അപമാനം എന്ന വാക്കിൻ്റെ അർത്ഥം മാനക്കേട്, ബഹുമാനമില്ലായ്മ എന്നൊക്കെയാണ്. അതിലെ ബഹുമാനമില്ലായ്മ എന്നുള്ളത് കുറവാണ് സംഭവിക്കുന്നത്. പക്ഷേ മാനക്കേട്, അതാണ് അതിൻ്റെ ശരിക്കുമുള്ള യഥാർത്ഥ അർത്ഥം. ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ മറ്റേതൊന്നിനെയും അപമാനിക്കുക എന്നതും ആ അപമാനിച്ചതിൽ നിന്നുള്ളൊരു ആനന്ദം മിക്കവാറും മനുഷ്യർ ആസ്വദിക്കുന്നുമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചാനലുകൾ മറ്റെവിടെ ഈ കോമഡി പരിപാടികളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇത്രമാത്രം മനുഷ്യനെ അപമാനിക്കുന്ന ഏതെങ്കിലും ഒരു 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 പരിപാടികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ പോലും അത്രത്തോളം വരുന്നില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ, അനുകരണം പോലും അപമാനത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. അനുകരിക്കാം, അത് അങ്ങനെ ഒരു പകർന്നെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെ ഈ ചില വ്യക്തികളുടെ അവരുടെ ശാരീരികമായ ചെറിയ ചില ഇതുണ്ട് അവർക്ക്. ചിലപ്പോൾ ഒരു ചെരിഞ്ഞ് നടത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ മുടക്കോ, അങ്ങനെ പല 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 സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാലോ, കുറേ നമ്മുടെ നടന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പെരുപ്പിച്ച് കാട്ടിയിട്ട് അവരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊരു കലയാവത്തില്ല അവിടെ. അതേസമയം അതിപ്പോൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ അപമാനിക്കുന്ന ഏതൊരു മനുഷ്യനും, കാരണം അതൊരു സെലിബ്രിറ്റികളാകുമ്പോൾ അവർ അതിനുവേണ്ടി സംസാരിക്കാൻ അത് അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഇതിലൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ താനത് തനിക്കില്ലാത്തത് പെരുപ്പിച്ച് കാട്ടി അവമാനിക്കുന്നതായിട്ട് തോന്നട്ടെ. അത് ഈ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന അപമാനമാണ്. അത് വിദ്യാലയങ്ങളിലേക്ക് ബാധിച്ച് അവിടുന്ന് പൊതുസമൂഹത്തിലേക്കും തൊഴിലിടങ്ങളിലേക്കും മറ്റുള്ള ഏതൊരു സ്ഥലത്തും ഈ അപമാനം നിലനിൽക്കുന്നത്. ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, വൈകല്യങ്ങളുടെ പേരിൽ, അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, കാരണം എല്ലാ മനുഷ്യനും ആ ഓരോ ദിവസവും അത്രയും ഒരുപാട് അപമാനിക്കലുകൾ കേൾക്കുകയും കാണുകയും ചെയ്ത് കടന്നു പോകുന്നവരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നമ്മളതിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു ആനന്ദമില്ല. അതൊരു ആനന്ദമല്ല സത്യത്തിൽ. അത് ആ നിമിഷത്തിലുണ്ടാകുന്ന ഒരു ചെറിയ എന്തോ ഒരു ചിരിക്കാനുള്ളൊരു ശാരീരികമായ ഒരു വികാരം അവിടെ പ്രകടിപ്പിച്ച് കടന്നു പോകുന്നു. പക്ഷേ അത് ചെയ്യുമ്പോൾ 100,000 പേര് ഒരാളത് പറയുന്നതിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് പേര് കൂടിയോ പറയുന്നതിലൂടെ അത്രയും ആൾക്കാർക്കിടയിൽ അതിന് കാരണമാകുന്ന ഒരാളുണ്ടാകത്തില്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ആൾ അവിടെ അവമാനിക്കപ്പെടുകയല്ലേ. അങ്ങനെ അപമാനത്തെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നവനെ അപമാനിക്കുന്ന പോലെ ഈ ലോകത്ത് ആരെങ്കിലും അവമാനിക്കുന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ പോട്ടെ, തുടക്കമാണ്. അതുപോലെ ബാല്യത്തിൽ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി മറ്റെന്തെല്ലാം കളികൾക്കിടയിലും കളിപ്പാട്ടത്തിന് വേണ്ടിയും കളികൾക്ക് മറ്റുള്ള മത്സരക്കളികളായാലും പിള്ളേർ തമ്മിലുള്ള എന്തെല്ലാം കളികൾക്കിടയിലും പരാജയപ്പെടുന്നതിനെ അപമാനിക്കപ്പെടുന്ന പോലെ വേറെ ആരാണ് ഇവിടെ അവമാനിക്കപ്പെടുന്നത്? ബോഡി ഷേമിങ് എന്നൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറയുന്ന അന്ന് മുതലേ ഉള്ള ആ ഒരു വൃത്തികെട്ട ഒരു ഒരു മനുഷ്യ സ്വഭാവം ഉണ്ടല്ലോ, ഒരാളെ പരിഹസിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങൾ. സ്ത്രീകളെയൊക്കെ ഞാനടക്കമുള്ള ആൾക്കാർ എത്രയോ തവണ എനിക്കാരും അത് ഇത്രയും ഗൗരവമായിട്ട് ഇതിനെ കാണണം, അത് അപമാനിക്കപ്പെടുകയാണ് എന്ന് സ്വയം ബോധ്യം ഉണ്ടായത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അന്ന് അതിനെപ്പറ്റി അറിവില്ലാത്തതെന്ന് പറയുന്നത് പറഞ്ഞ് അതിൻ്റെ ആ ഗൗരവത്തെപ്പറ്റി നമ്മളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകരോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ മുതിർന്നവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ പൊതുസമൂഹത്തിലെ സാമൂഹികപരമായിട്ട് നിൽക്കുന്നവരൊക്കെ ആരെങ്കിലും അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊക്കെ അത് പറഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇന്നതിൻ്റെയൊക്കെ ഭയങ്കര അൾട്ടിമേറ്റ് ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോഴും അതിനകത്ത് ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അത് ക്ലാസ് റൂമുകളിൽ, വീടുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ക്ലാസ് റൂമുകളിൽ അപമാനം, പിന്നെ
അതോരോ മനുഷ്യനും ഓരോരോ കഴിവുകളും ഓരോരോ ഇഷ്ടങ്ങളും ഉണ്ട്. അവരതിനനുസരിച്ച് പോകുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നേടട്ടെ എന്നല്ലല്ലോ കരുതുന്നത്. ഇതെൻ്റെ വഴിയിലേക്ക്, ഞങ്ങളുടെ വഴിയിലേക്ക്, ഞങ്ങൾ പറയുന്നിടത്തേക്ക് നിങ്ങളെത്തുക എന്നുള്ള ശാഠ്യമാണല്ലോ. അപ്പോൾ അവിടെ അപമാനിക്കപ്പെടലുകൾ ഒരുപാടുണ്ട്. ശാരീരികമായും ബുദ്ധിപരമായും ഇതെല്ലാം സ്കൂളിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വരുന്നു. അവിടെ നിന്നത് പൊതുസമൂഹത്തിലേക്കോ തൊഴിലിടങ്ങളിലേക്കോ ചെല്ലുമ്പോഴേ അവിടെയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അപമാനിക്കപ്പെടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ അപമാനിക്കുന്നവർ എന്ന് ഞാൻ പറയുന്നത് തന്നെ എല്ലാവരും അത് പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനടക്കം. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഞാനൊക്കെ ഒരുപാട് അവമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഈ ഇരട്ടപ്പേരിൻ്റെയും പഠിക്കാത്തതിൻ്റെയും എന്നാ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെയും അനുസരണയില്ലായ്മയുടെയും മറ്റുള്ള അങ്ങനെ എത്രയോ ഈ അനുസരണയില്ലായ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിന് ഒരു ദോഷവും ചെയ്തൊരു കാര്യമല്ല ചെയ്തെന്ന് ഓർക്കണം. ഞാൻ അപ്പുറം വരെ പോവാന്ന് പറയുമ്പോൾ എന്തിനു പോകുന്നു? അത് കടയിൽ വരെ പോവാണ്, എനിക്ക് 2 മുട്ടായി മേടിക്കണം. അത് പോകണ്ട. അതിന് മുട്ടായി മേടിക്കാൻ പോയാൽ അത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രയേ ഉള്ളൂ. എന്നാൽ നീ പോയി അത്രയും ദൂരമല്ലോ ഉള്ളൂ, പോയി മുട്ടായി മേടിച്ചുകൊണ്ട് പോവാം. സ്വയം പര്യാപ്തത നേടുമല്ലോ മുട്ടായി മേടിക്കാൻ പോകുന്നതല്ല. അത് കട്ട് സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ പോകുന്നൊന്നും അല്ല. അന്നൊന്നും അതില്ല, കുഞ്ഞല്ലേ. അപ്പോൾ അത് തുടങ്ങിയ ഒരു ചെറിയ കാര്യമാണ് പറയുന്നത്. അനുസരണയില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം പറഞ്ഞു. അത് അനുസരണയില്ലായ്മ എത്രത്തോളം അതിനകത്തുണ്ടെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ അധികാര പരിധിയിൽ നിൽക്കണമെന്ന് കരുതുന്ന ആൾക്കാരായ മാതാപിതാക്കൾ മുതൽ അധ്യാപകരും മുതിർന്നവരും ഗുരുക്കന്മാരെന്ന് പറയുന്നതിൻ്റെ അകത്ത് 90% ആൾക്കാരും ഈ നമ്മുടെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ കഴിവ് കേടുകൾ കണ്ടെത്തി അപമാനിക്കാൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. മറ്റുള്ള ഞാൻ കേട്ടിട്ടുള്ള ഒരു നല്ല ശതമാനം ആൾക്കാരും ആ അപമാനിക്കൽ സഹിച്ചാണ് വരുന്നത്. പക്ഷേ അതിലെല്ലാവർക്കും അതിനെ മറികടന്ന് അതൊക്കെ വെറും വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതി ചിലപ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പാടായിരിക്കും. ഒരിക്കൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാവാടയിൽ വയറിളകിപ്പോയ പെൺകുട്ടിയെ പരിഹസിച്ച് താങ്ങാൻ മേലാതെ ആ കുട്ടി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്കൂൾ പഠനകാലത്ത്. അപ്പോൾ അതേപോലെയാണ്. അത് എത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കണം. ശാരീരികമായ ഒരവസ്ഥയാണ് ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്നൊരവസ്ഥ. ആ അവസ്ഥയെ ചുറ്റിനും കൂടി നിന്ന് മൂക്കുപൊത്തി പരിഹസിച്ച് പിറ്റേന്നും അന്നേരപ്പം അതുണ്ടായപ്പോൾ പോലും അതൊരു സഹതാപത്തോടെ കാണുകയും അവർക്കുണ്ടായ ആ പൊതുസമൂഹത്തിൽ അവർക്കൊരപമാനമായി തോന്നിയ ആ ഒരു കാര്യത്തിനെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുകയും ചെയ്യാതെ മൂക്കുപൊത്തി പരിഹസിച്ച ആ മനുഷ്യർ, അവരാണ് സമൂഹം. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ആരെയും അപമാനിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ, ആരെയും അപമാനിക്കുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കാതിരുന്നാൽ നമുക്ക് ഒരു മനുഷ്യനാവാൻ പറ്റും എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. ഈ അപമാനങ്ങൾക്കിടയിലെല്ലാം ജീവിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ എനിക്കത് ബോധ്യമായി. പക്ഷേ അതെല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. ഒരുപക്ഷെ അവരെ ചിലപ്പം ജീവൻ ഒടുക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സമൂഹത്തോടും പൊതുവായ എല്ലാത്തിനോടും വെറുപ്പ് തോന്നുന്ന ഒരു സാമൂഹ്യ വിരുദ്ധരായി മാറ്റാനോ സഹായിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപമാനങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നവർ ഒന്നാലോചിച്ചാൽ മതി. അത് തന്നിലേക്കെത്തിയാൽ, അല്ല തൻ്റെ വീട്ടിലേക്കെത്തിയാൽ, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരിലേക്ക് എത്തിയാൽ തന്നെ എത്രമാത്രം അത് വേദനിപ്പിക്കും എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ആരെയും അപമാനിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ വിദ്യയുടെയും എത്രമാത്രം മുന്നോട്ട് അതൊന്നും ഇനിയും പറയാൻ ഇവിടെ പ്രശസ്തമല്ല. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കുക, അപമാനം അതൊരു ഭീകരാവസ്ഥയാണ്. എല്ലാവർക്കും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതിലുള്ള സന്തോഷമല്ല, അത് യഥാർത്ഥ ആനന്ദവുമല്ല. മറ്റൊരാളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനിക്കുന്നുണ്ടേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ, അല്ലെ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വേദനിക്കും, അങ്ങനെ പ്രവർത്തിച്ചാൽ
അങ്ങനെ ചെയ്താൽ അവർക്ക് വേദനിക്കും എന്ന് എന്ന തിരിച്ചറിവാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. സന്തോഷം.